പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തോൽക്കാൻ ഒരുക്കമല്ലാത്ത ഒരു മുഖമായിരുന്നു അയാളുടേത്. സമരമുഖത്തെ വീറും വാശിയും അവിടെ മായാതെ നിൽക്കുന്നു. സ്വന്തം ജീവിതത്തോട് തന്നെയായിരുന്നു സമരം. സ്വരത്തിലും അതിൻ്റെ മുഴക്കമുണ്ടായിരുന്നു. വലിയൊരു ഗർജനത്തോടെയാണ് അയാൾ എൻ്റെ മുന്നിലേക്ക് വന്നത്. മാറി നിൽക്കടാ! തടസ്സം നിന്ന സെക്യൂരിറ്റിക്കാരൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ച് അയാൾ അകത്തേക്ക് കടന്നു. നുരയ്ക്കുന്ന കോപം ഒതുക്കാനാവാതെ തിരിഞ്ഞു നിന്ന് ഒരിക്കൽ കൂടി മുരണ്ടു. എൻ്റെ നല്ല കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിച്ചേനെ. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നെ. സെക്യൂരിറ്റിക്കാരൻ ഒരക്ഷരം മിണ്ടാതെ പൂച്ചയെപ്പോലെ പതുങ്ങുന്നു. എനിക്ക് ചിരി വന്നു. രൗദ്രം മാത്രം പടരാറുള്ള മുഖങ്ങൾ ഉറച്ച ഒരു സ്വരത്തിനു മുന്നിൽ പത്തിമടക്കുന്നു. കടന്നു വന്നയാൾ മുറിക്കകത്തെ തിരക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ ചുറ്റിനും നോക്കി. വിടർന്ന് വിജൃംഭിച്ചു നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ എനിക്കും അല്പം പരിഭ്രമം തോന്നി. അയാളുടെ മുഖം പെട്ടെന്ന് സൗമ്യമായി. ശബ്ദത്തോടെ കസേര വലിച്ചിട്ട് അയാൾ ഇരുന്നു. ഡോക്ടർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാകില്ല. അയാൾ പേരു പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രശസ്തി അയാൾ പറഞ്ഞു. ഞാൻ വേഗത്തിൽ ആളെ തിരിച്ചറിഞ്ഞു. എനിക്ക് നല്ല സുഖമില്ല ഡോക്ടർ. അസുഖത്തിൻ്റെ വിവരമൊക്കെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. റഫറൻസ് ലെറ്ററിൽ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നോൺ ഹോജ്കിൻസ് ലിംഫോമ. കുറച്ചുകാലം ആശുപത്രിയിൽ കിടന്നിരുന്നു. കാലങ്ങളായി പ്രമേഹം ഭരിക്കുന്ന ഒരു ശരീരത്തിലാണ് ലിംഫോമ തമ്പ് തീർത്തിരിക്കുന്നത്. എപ്പോഴും വീരം കത്തുന്ന അയാളുടെ കണ്ണുകൾ ഒരു രോഗിയുടേതല്ല. ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തു വന്നിരിക്കുന്നു. തളർന്ന ശരീരത്തെ താങ്ങുന്ന മനസ്സ് മുഖത്ത് തുടിക്കുന്നു. കീമോതെറാപ്പി എന്ന് പറയണ ഒരു ചികിത്സ വേണ്ടിവരുമെന്ന് പറഞ്ഞല്ലോ മുമ്പ് കാണിച്ച ഡോക്ടർ. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങാം. ഞാൻ പതുക്കെ ചിരിച്ചു. കീമോതെറാപ്പി വേണ്ടിവരും. ഇഞ്ചക്ഷനാണ്. അതങ്ങനെ പെട്ടെന്നൊന്നും തുടങ്ങാൻ പറ്റില്ല. അതിനു മുമ്പ് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ട്. ഡോക്ടർ എഴുതി തന്നാൽ മതി. ഞാൻ നാട്ടിൽ പോയി ചെയ്തിട്ട് വരാം. ഇവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചില ടെസ്റ്റുകൾ ഇവിടെ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ളതൊക്കെ നാട്ടിൽ തന്നെ ചെയ്തിട്ട് വന്നാൽ മതി. ഞാൻ എഴുതിത്തരാം. വരുമ്പോൾ ആരെയെങ്കിലും കൂടെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. കീമോതെറാപ്പി കഴിയുമ്പോൾ നല്ല ക്ഷീണം തോന്നും. ടെസ്റ്റുകൾക്ക് എഴുതിക്കൊടുത്ത കടലാസുകൾ കയ്യിൽ വെച്ച് അയാൾ കുറച്ചുനേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടിയതുപോലെ കണ്ണുകളടച്ച് ഒന്ന് തലയാട്ടി. അത് പ്രശ്നമാവില്ല ഡോക്ടർ. ഞാൻ ഇപ്പോൾ വിളിച്ചാലും 1-2 പേരൊക്കെ കൂടെ വരാനുണ്ടാകും. അയാളുടെ വാക്കുകൾക്കിടയിലെ ഖേദം എന്നെ തൊട്ടു. അധികാരം ഊർന്നുപോയ വിരൽ പഴുതുകളിൽ ഇരുന്ന് രോഗം നിശ്ചയിക്കുന്ന കടലാസുകൾ വിറക്കുന്നു. ഗർജനം ഒടുങ്ങിയ ചങ്കോടെ വീരം കെട്ട കണ്ണുകളോടെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഡോക്ടർ, ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് ഒരു മോളെയുള്ളൂ, ലത. അവൾ മദ്രാസിലാണ്. ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ വരുമെന്ന് മോൾക്കറിയാം. മോള് ചിലപ്പോൾ ഡോക്ടറെ വിളിക്കും. എൻ്റെ സൂക്കേടിൻ്റെ കാര്യമൊന്നും മോളോട് പറയണ്ട. ഈ ലോകത്ത് എനിക്ക് സഹിക്കാനാവാത്ത ഒരു കാര്യമേയുള്ളൂ, എൻ്റെ മോള് വിഷമിക്കുന്നത്. അല്പം മുമ്പ് ഒരു അട്ടഹാസം പോലെ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന മനുഷ്യനല്ല ഈ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നി. അയാൾ വളരെ പതുക്കെ നടന്നുപോയി. വാതിൽ തുറന്നപ്പോൾ സെക്യൂരിറ്റിക്കാരൻ അല്പം ഭയത്തോടെ പുറകോട്ട് മാറി നിന്നു. അയാൾ പോയെന്ന് ഉറപ്പായതുകൊണ്ടാകാം സെക്യൂരിറ്റിക്കാരൻ്റെ ഒച്ച പൊങ്ങുന്നത് ഞാൻ കേട്ടു. ഏതെങ്കിലും ഒരു പാവം രോഗിയോടോ ബന്ധുവിനോടോ കയർക്കുന്നതായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വന്നു. ഇത്തവണയും ഊഴം കാത്തുനിന്നതൊന്നുമില്ല. സെക്യൂരിറ്റിക്കാരനെ വാക്കിൻ മുനയിൽ നിർത്തി അകത്തു വന്നു. രക്തം പരിശോധിച്ചതിൻ്റെ കടലാസുകൾ തന്നു.
ക്ഷീണിച്ച് നേർത്ത ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു കൂടെ. ഇവൻ എൻ്റെ ഒരു ബന്ധുവാണ് ഡോക്ടർ. കൂടെ ഒരാൾ വേണമെന്ന് ഡോക്ടർ നിർബന്ധം പറഞ്ഞത് കൊണ്ടാണ്. ഒറ്റയ്ക്ക് വരാൻ എനിക്കൊരു പേടിയുമില്ല. അങ്ങനെയൊന്നും വീണുപോകുന്ന ശരീരമല്ല ഡോക്ടറെ ഇത്. പുച്ഛം കലർന്ന ഒരു ചിരി അയാളുടെ ചുണ്ടിൻ വക്കത്ത് പൊടിഞ്ഞു നിന്നു. ഞാൻ അയാളെ ഒന്ന് നോക്കി വെറുതെ ചിരിച്ചു. രോഗത്തെ പുറംകാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഈ ധാർഷ്ട്യം മതിയാകും. ഇതും ഒരൗഷധമാണ്. അയാളുടെ ഫയലിൽ രോഗം തീർച്ചപ്പെടുത്തിയ കടലാസുകളുണ്ടായിരുന്നു. ഞാൻ കീമോതെറാപ്പിയുടെ ചാർട്ട് എഴുതി. ഒരു ദിവസത്തെ ഇഞ്ചക്ഷനാണ്. ഡേ കെയർ വാർഡിൽ കിടന്ന് എടുത്തിട്ട് പോകാം. അടുത്ത തവണ വരുന്നതിന് മുമ്പ് രക്തം പരിശോധിച്ചാൽ മതി. അയാൾ ചാർട്ട് വാങ്ങി. അതിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ പിന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന് കൊടുത്തു. എൻ്റെ മോള് വിളിച്ചിരുന്നോ ഡോക്ടർ? ഇല്ലല്ലോ. അയാളുടെ മുഖം പെട്ടെന്ന് അയഞ്ഞു. ധിക്കാരത്തിൻ്റെ മുഖാവരണം പൊടുന്നനെ പൊഴിഞ്ഞു. വാത്സല്യവും സ്നേഹവും തുടിക്കുന്ന ശാന്തമായ മുഖത്തോടെ അയാൾ എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവള് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കാനുള്ള സൂക്കേടൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഈ ലോകത്ത് എനിക്ക് അവൾ മാത്രമേയുള്ളൂ ഡോക്ടർ. അവൾ വിഷമിച്ചാൽ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. നനുത്ത ഒരിതളിൻ്റെ സ്പർശം പോലെ തോന്നുന്ന ഈ ഭാവം അയാൾ എവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? അയാൾ കീമോതെറാപ്പിക്ക് മുടങ്ങാതെ വന്നു. ആദ്യത്തെ ഡോസ് കഴിഞ്ഞപ്പോൾ തന്നെ തളർന്ന ശരീരത്തെ താങ്ങിയിരുന്ന മനസ്സും ഇടറിപ്പോയെന്ന് തോന്നി. കൈകൾ വിടർത്തി വീശി നടന്നു വന്നിരുന്ന ആൾ ഇടയ്ക്കിടെ കൂടെ വന്ന ചെറുപ്പക്കാരൻ്റെ തോളിൽ അറിയാതെ കൈയമർത്തി. രണ്ടടി നടക്കുമ്പോഴേക്കും വീറുള്ള മനസ്സ് ശാസിച്ചിട്ടെന്ന പോലെ പെട്ടെന്ന് കൈയെടുത്ത് ഒറ്റയ്ക്ക് നടക്കും. കീമോതെറാപ്പി വാർഡിൽ ചെന്ന് ഞാൻ അയാളെ കണ്ടു. മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ പതുക്കെ എണീക്കാൻ ശ്രമിച്ചു. ഞാൻ വേഗത്തിൽ അടുത്തു ചെന്ന് കട്ടിലിൽ ഇരുന്നു. ഞാൻ ഡോക്ടറെ കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് എൻ്റെ മോള് വിളിച്ചിരുന്നു. അവൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അവൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. വേണ്ടെന്ന് ഞാൻ കുറെ നിർബന്ധിച്ചിട്ടും കേൾക്കുന്നില്ല. ഇവിടെ വന്നാൽ അവൾ എന്തായാലും ഡോക്ടറെ കാണാൻ വരും. വിഷമിക്കേണ്ട, ഞാൻ വേണ്ട പോലെ പറഞ്ഞോളാം. ഒരായുസ്സിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം കേട്ടതുപോലെ അയാൾ എന്നെ നോക്കി നന്ദി പറയും പോലെ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ കോളിംഗ് ബെൽ അടിച്ച് കാത്തുനിന്ന യുവതിയെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവർ സ്വയം പരിചയപ്പെടുത്താതെ തന്നെ. അതറിയാതെ അവർ ആരാണെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. അവരുടെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ ആരാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിരി മാഞ്ഞു. ഞാൻ അതിശയത്തോടെ ഇരുന്നു. മകളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനിടയ്ക്ക് അയാൾ ഒരിക്കൽ പോലും മകളുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അച്ഛനും അമ്മയും പിരിഞ്ഞിട്ട് വർഷങ്ങളായി. കാലം നേടിക്കൊടുത്ത നിസ്സംഗതയോടെ ആ യുവതി പറഞ്ഞു. അച്ഛന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഊണും ഉറക്കവുമില്ലാതെ ഒറ്റക്കിടപ്പായിരുന്നു അമ്മ. ഞാനവരെ നോക്കി. കരഞ്ഞു വീർത്ത മുഖത്ത് പ്രായം തെറുത്ത ചുളിവുകൾ. ഞാൻ ഉടനെ സ്വയം തിരുത്തി. അത് പ്രായത്തിൻ്റെതല്ല, ഉള്ളിൽ പേറുന്ന ഒടുങ്ങാത്ത വ്യഥയുടെ. അവർ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇപ്പോഴെങ്കിലും കൂടെ നിന്ന് നോക്കാൻ എന്നെ സമ്മതിച്ചാൽ മതിയായിരുന്നു. മകൾ അവരുടെ തോളിൽ മെല്ലെ കൈയമർത്തി. എന്നിട്ട് എന്നെ നോക്കി. എനിക്ക് ഡോക്ടറോട് തനിച്ചൊന്ന് സംസാരിക്കണം. ഞാൻ എണീറ്റ് അകത്തെ മുറിയിലേക്ക് നടന്നു. അമ്മയെ അവിടെ തന്നെ ഇരുത്തി മകൾ എൻ്റെ ഒപ്പം വന്നു. അച്ഛൻ്റെ അവസ്ഥ എന്താണ് ഡോക്ടർ? മുള്ളുകൾ തെറിച്ചു നിൽക്കുന്ന പുറന്തോട് അകന്നു മാറുമ്പോൾ കാണുന്ന പതുപതുത്ത ഉള്ളോടെ അയാൾ എൻ്റെ മുമ്പിൽ കിടക്കുന്നു. എന്നോട് കണ്ണുകൾ കൊണ്ട് യാചിക്കുന്നു. പേടിക്കാനൊന്നുമില്ല, കുറച്ച് ഇഞ്ചക്ഷൻസ് കൊണ്ട് മാറാവുന്നതേയുള്ളൂ. ഡോക്ടർ എന്നോട് ഒന്നും മറക്കണ്ട. നോൺ ഹോജ്കിൻസ് ലിംഫോമ എന്ന് കേട്ടാൽ എനിക്ക് മനസ്സിലാകും. ഞാനും ഒരു ഡോക്ടറാണ്. അറിയാതെ ഒരു നിമിഷാംശത്തേക്ക് എൻ്റെ തല കുനിഞ്ഞു. അയാൾ അതെന്നോട് പറഞ്ഞിരുന്നതേയില്ല.
എങ്കിൽ ഞാൻ ഈ സാഹസത്തിന് ഒരുമ്പെടില്ലായിരുന്നു. ഞാനാണിപ്പോൾ ഡോക്ടർ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത്. അമ്മയെ കാണാൻ പോലും അച്ഛൻ കൂട്ടാക്കില്ല. ഇവിടുന്ന് ഇഞ്ചക്ഷൻ കഴിഞ്ഞു പോയാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കൊടുക്കാൻ പോലും അവിടെ ആരുമില്ല. എന്നാലും അമ്മ വന്ന് നിൽക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. എനിക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? ചെറിയ കുട്ടികളാണ് എനിക്ക്. ഹസ്ബൻഡിന് എത്ര ദിവസം അവരെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ഈ സമയത്താണ് വാശി കാണിക്കേണ്ടത്? അമ്മ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അച്ഛനോടൊന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കുറച്ചുനേരം എന്തോ ഓർത്ത് ഇരുന്നു. എന്നിട്ട് പതുക്കെ നെടുവീർപ്പിട്ടു. ഞാൻ പറഞ്ഞാൽ അച്ഛൻ എന്തും കേൾക്കും. ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതൊന്നും അച്ഛൻ ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടില്ല. പക്ഷേ ഇത് അച്ഛൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് വാശിയാണ് അച്ഛന്. എനിക്ക് അതിശയം തോന്നി. രോഗത്തിന് പോലും തളർത്താനാവാത്ത വീറ്. ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. ഇത്രയും വാശിക്ക് എന്താണ് കാരണം? എനിക്കറിയില്ല ഡോക്ടർ. എൻ്റെ അറിവിൽ അവർ തമ്മിൽ പിരിയാൻ വലിയ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ സ്വന്തം വീട്ടുകാർക്ക് അച്ഛനറിയാതെ കുറച്ച് കാശ് കൊടുത്തു. അതായിരുന്നു കാരണം. അച്ഛൻ പിന്നെ അമ്മയോട് മിണ്ടിയിട്ടേയില്ല, മുഖത്തുപോലും നോക്കിയിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവനാണ്. അച്ഛനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതി മാറി താമസിക്കുന്നു എന്ന് മാത്രം. അവർ പിന്നെയും അച്ഛൻ്റെ രോഗത്തെക്കുറിച്ച് അന്വേഷിച്ചു. എനിക്കിനി ഒന്നും മറച്ചു വെക്കാനില്ല. കൊടുത്ത വാക്കിനെക്കുറിച്ച് ഞാൻ മറന്നു. പോകാൻ നേരം അവർ പറഞ്ഞു, കുറച്ച് ദിവസം ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും ഡോക്ടർ. രണ്ടിടത്തും മാറി മാറി നിൽക്കണം. അമ്മയെ ചേർത്തു പിടിച്ച് അവർ നടന്നു പോകുന്നത് നോക്കി ഞാൻ നിന്നു. ഇടം തോളിലേക്ക് അമ്മയെ ചായ്ച്ചു നിർത്തിയിരിക്കുന്നു. ശൂന്യമായ വലം തോളിലേക്ക് മരങ്ങളുടെ നിഴൽ ഇറങ്ങി വന്നു. അടുത്ത പ്രാവശ്യം കീമോതെറാപ്പിക്ക് വന്നപ്പോൾ അയാൾ വല്ലാത്ത ഉന്മേഷത്തിലായിരുന്നു. എൻ്റെ മോളുണ്ട് ഡോക്ടർ ഇപ്പോൾ എൻ്റെ കൂടെ. അവൾ കുറച്ച് ദിവസം കൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ തന്നെ മാറും ഡോക്ടർ. അയാൾ എൻ്റെ അരികിലേക്ക് വന്ന് കൃതജ്ഞതയോടെ പറഞ്ഞു, വലിയ ഉപകാരമായി ഡോക്ടർ. ഡോക്ടർ അവളോട് കാര്യമായി ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ മോള് വല്ലാതെ സങ്കടപ്പെട്ടു പോയേനെ. താങ്ക്സ് ഡോക്ടർ. ഞാൻ മെല്ലെ ചിരിച്ചു. പക്ഷേ അത് വിളറിയതായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ കീമോതെറാപ്പിയുടെ ചാർട്ട് എഴുതി. കൂടെ വരാറുള്ള ചെറുപ്പക്കാരനെ കണ്ടില്ല. ഞാൻ അതാണ് ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അയാൾ പറഞ്ഞു, ഇത്തവണ ഞാൻ അവനോട് വരേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോള് വന്നിട്ടുണ്ട് കൂടെ. നിർബന്ധം കൊണ്ട് വരണോരെ ഒരു പ്രാവശ്യമെങ്കിലും ബുദ്ധിമുട്ടിക്കാണ്ട് കഴിയാലോ. അയാൾ ചിരിച്ചു, മനസ്സും മുഖവും നിറഞ്ഞ്. ഒരു കാലത്ത് ചുറ്റിനും നിഴലുപോലെ നിന്നിരുന്നവരൊക്കെ ഒഴിഞ്ഞുപോയതിൻ്റെ ഖേദം അപ്പോൾ മറന്നതുപോലെ. ഒരിക്കലും വേറിട്ട് പോകാത്ത ഒരു നിഴലിൻ്റെ ദുഃഖം ഓർമ്മിപ്പിക്കണമെന്ന് തോന്നിയെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കീമോതെറാപ്പി വാർഡിലേക്ക് ചെന്നു. അച്ഛൻ്റെ കിടക്കത്തലപ്പത്തിരുന്ന് മകൾ വാതോരാതെ സംസാരിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൊഞ്ചൽ കേൾക്കുന്നത് പോലെ അച്ഛൻ നിർവൃതിയോടെ കിടക്കുന്നു. വേദനയും തളർച്ചയും മറന്ന് അച്ഛൻ്റെ വിരൽത്തുമ്പുകൾ മകളുടെ കൈത്തണ്ടയിലും ശിരസിലും കൊതി തീരാതെ വാത്സല്യം ചൊരിയുന്നു. ഞാൻ തെല്ലുനേരം അതുതന്നെ നോക്കി നിന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ ചിരിച്ചു. അത് ശ്രദ്ധിച്ച് മകൾ തിരിഞ്ഞു നോക്കി. അവർ എണീറ്റ് നിന്നു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഒരു അതിശയം കേൾക്കണോ ഡോക്ടർക്ക്? സാധാരണ ഒരു കുത്തിലൊന്നും ഇവിടുത്തെ നേഴ്സുമാർക്ക് എൻ്റെ വെയിൻ കിട്ടാറില്ല. ഇന്നിപ്പോൾ എൻ്റെ മോള് ഒപ്പം നിന്നതുകൊണ്ടാകും പെട്ടെന്ന് വെയിൻ കിട്ടി. കുത്തിയതിൻ്റെ വേദന പോലും അറിഞ്ഞില്ല. അയാളുടെ മുഖത്തെ പരുക്കൻ ഭാവം തീർത്തും ഇല്ലാതായിരിക്കുന്നു. മകളുടെ സാന്നിധ്യം സമരമുഖത്തെ പോരാളിയെ വെറുമൊരു അച്ഛൻ മാത്രമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് നടന്നപ്പോൾ മകൾ ഒപ്പം വന്നു. കീമോതെറാപ്പി വാർഡിന് പുറത്തെ ഇടനാഴിയിൽ വെച്ച് അവർ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഡോക്ടർ. അച്ഛൻ്റെ സന്തോഷം കാണുമ്പോൾ ഇവിടുന്ന് പോകാൻ വയ്യ. ഇടയ്ക്ക് 2 ദിവസം ഞാൻ അമ്മയുടെ കൂടെ പോയി നിന്നപ്പോൾ അച്ഛൻ വല്ലാണ്ട് വാശി കാണിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നു. ഞാൻ എന്താ ചെയ്യുക ഡോക്ടർ? എനിക്ക് 2 ആളെയും വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ?
അവിടെയാണെങ്കിൽ ഹസ്ബൻഡും മക്കളും വല്ലാണ്ട് കഷ്ടപ്പെടുന്നു. അടുത്ത ആഴ്ചയെങ്കിലും എനിക്ക് പോകാതെ വയ്യ. എല്ലാം കേട്ടതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവർ പെട്ടെന്ന് സ്വരം താഴ്ത്തി. ഇപ്പോൾ തന്നെ അച്ഛൻ അറിയാണ്ട് ഞാനൊരു കാര്യം ചെയ്തു. ആരൊക്കെയോ പതിങ്ങു നിന്ന് ശ്രദ്ധിക്കുന്നത് പോലെ അവർ നാലുപാടും നോക്കി. അമ്മയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നോളാൻ പറഞ്ഞു. അച്ഛൻ അറിയാണ്ട് ഞാൻ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തു. ഇത്ര നേരം അമ്മ വാതിൽക്കൽ വന്നു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞത്. ഞാൻ അതിശയത്തോടെ നിന്നു. ആരെയോ ഭയക്കും പോലെ മകൾ പതുക്കെ തിരിഞ്ഞു നോക്കി. അപ്പുറത്തെ തൂണിനു മറവിൽ തലകുനിച്ച് നിൽക്കുന്ന ആ രൂപം ഞാൻ കണ്ടു. പൊറുക്കാനാവാത്ത ഒരു തെറ്റ് ചെയ്ത ഭാവത്തോടെ ആ സ്ത്രീ നിൽക്കുന്നു. കണ്ണീർ ചാലുകൾ ഒഴുകുന്ന മുഖത്തോടെ പകുതി മറഞ്ഞ ആ രൂപം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. സ്വന്തം ഭർത്താവിനെ ഒളിച്ചു നിന്ന് കാണുന്നു. രോഗികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടനാഴിയിൽ ഞാൻ തെല്ലുനേരം നിന്നു. ഒരിക്കലും ഒഴിയാത്ത കസേരകൾ എന്നും ദുഃഖങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത തവണ വന്നപ്പോൾ മുൻപ് കണ്ട ആഹ്ലാദമൊന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഏറെ നേരം കാത്തുനിന്നിട്ടാണ് അകത്തു വന്നത്. അയാളുടെ ഫയൽ മേശപ്പുറത്ത് വന്നിട്ട് നേരം ഏറെയായിട്ടുണ്ടായിരുന്നു. മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നെങ്കിലും തീരെ സൗഹൃദമുണ്ടായിരുന്നില്ല. കൂടെ ആരും വന്നില്ലേ? അയാൾ ക്ഷീണത്തോടെ എന്നെ നോക്കി. മോള് തിരിച്ചുപോയി. അവിടെ കുട്ടികളെ തനിച്ചാക്കിയിട്ട് അവൾക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? പിന്നെ മേശപ്പുറത്തെ ഫയലിൽ നഖം കൊണ്ട് പോറി അയാൾ പറഞ്ഞു, എല്ലാവർക്കും സ്വന്തം മക്കൾ തന്നെയാണല്ലോ വലുത്. ഞാൻ ഒട്ടുമോർക്കാതെ പെട്ടെന്ന് പറഞ്ഞു, മക്കളൊക്കെ വലുതായി അവരുടെ സ്വന്തം ജീവിതമാവുമ്പോഴാണ് നമുക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വില മനസ്സിലാകുന്നത്. അയാൾ പെട്ടെന്ന് തലയുയർത്തി എന്നെ രൂക്ഷമായി നോക്കി. അയാളുടെ കണ്ണുകളിൽ കോപത്തിൻ്റെ ചുവപ്പ് കലർന്നു. എന്താ ഡോക്ടർ പറഞ്ഞു വരുന്നത്? ഞാൻ ചെറുതായൊന്ന് പരിഭ്രമിച്ചു. അല്ല, ഇനിയിപ്പോൾ ആരും കൂട്ടിനില്ലാതെ ഒരു തളർച്ച വരുമ്പോൾ നമ്മൾ വാശി പിടിച്ചിട്ടെന്തിനാ? ഈ നേരത്തല്ലേ ഒരാളുടെ സഹായം വേണ്ടത്? മോളുടെ അമ്മ ഒപ്പം വന്ന് നിൽക്കുകയാണെങ്കിൽ. കസേര പുറകോട്ട് ചവിട്ടി നീക്കി അയാൾ ചാടി എഴുന്നേറ്റു. സഹായമോ? അവളുടെ സഹായം വേണ്ടി വരണ ഒരു കാലം വന്നാൽ ആ നിമിഷം ഞാൻ സ്വയം തീരും. ഇനിയൊരു 10 ജന്മം ജനിച്ചു വളർന്നാലും തീരില്ല ഈ കാര്യത്തിൽ എൻ്റെ വാശി. അയാൾ എന്നെ വെറുപ്പോടെ നോക്കി. അപ്പോൾ ഡോക്ടർ കൂടി അറിഞ്ഞിട്ടാണ് എല്ലാം. അന്നൊരു ദിവസം അവൾ ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണോ കരുതിയത്? മോളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേയുള്ളൂ. ഡോക്ടറും അതിന് കൂട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാൾ പെട്ടെന്ന് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് കടന്നു. ഇടറുന്ന കാലുകൾ വലിച്ചു വെച്ച് അയാൾ ശരവേഗത്തിൽ നടന്നു പോകുന്നത് വാതിലടയും മുമ്പേ ഞാൻ കണ്ടു. ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നു. അയാൾക്കു വേണ്ടി എഴുതി വെച്ച കീമോതെറാപ്പി ചാർട്ട് എൻ്റെ മുമ്പിൽ അനാഥമായി കിടന്നു. പിന്നീട് അയാൾ ചികിത്സയ്ക്ക് വന്നതേയില്ല. അറിയാൻ സാധ്യതയുള്ള പലരോടും ഞാൻ അന്വേഷിച്ചു. ആർക്കും ഒന്നും അറിയില്ല. എന്നെ പേടിപ്പിച്ചുകൊണ്ട് മാസങ്ങൾ കടന്നുപോയി. മുൻപ് അയാളുടെ കൂടെ വരാറുള്ള ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. സാറിനെ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ്. തീരെ സുഖമില്ല. ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഡോക്ടർക്ക് വിരോധമാവില്ലെങ്കിൽ. ഞാൻ അന്ന് വൈകിട്ട് തന്നെ ചെന്നു. തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയ രൂപം കണ്ട് ഞാൻ വിഷമത്തോടെ നിന്നു. രോഗങ്ങൾ സംഘം ചേർന്ന് ആക്രമിക്കുന്നു. മെലിഞ്ഞുണങ്ങിയ കൈ ഉയർത്തി അയാൾ എന്നെ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ എൻ്റെ വലം കൈയിൽ പിടിച്ചു. ആറിത്തുടങ്ങുന്ന ചൂട് ഞാൻ അറിഞ്ഞു. ഡോക്ടർക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ആ ഒരു കാര്യം മാത്രം കേട്ടാൽ എനിക്ക് പിന്നെ നിയന്ത്രണം കിട്ടില്ല. അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. കൂടുതൽ നേരം ഉയർത്തിപ്പിടിക്കാൻ ആകാത്തതുകൊണ്ടാകാം അയാൾ എൻ്റെ കയ്യിലെ പിടിവിട്ടു. ചടച്ച കൈത്തണ്ട കിടക്കയിലേക്ക് തളർന്നു വീണു. മങ്ങിയ മുഖത്ത് അപ്പോഴും മുറ്റിനിൽക്കുന്ന ശൗര്യം ഞാൻ ശ്രദ്ധിച്ചു. ഈ കിടന്ന കിടപ്പിൽ ശ്വാസം പോയാലും അവളെ കാണരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാൻ കുറച്ചു നേരം അയാളെ തന്നെ നോക്കി നിന്നു.
പിന്നീട് പതുക്കെ പുറത്തേക്കിറങ്ങി. ഇവിടെ നിന്നാൽ താഴെ റോഡിലെ തിരക്ക് കാണാം. വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കുതിച്ചുപായുന്നു. വേഗത്തിൽ ദൂരം താണ്ടാൻ മത്സരിച്ച്. നന്ദി.